ശശി തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കാര്യം ഞാൻ വ്യക്തമാക്കാം. ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് അമിതമായിട്ടുള്ള ഒരു വ്യാമോഹവും ഇല്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ തന്നെ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിനും ഞങ്ങളുടെ രാഷ്ട്രീയത്തിനുമെതിരായി ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്, പരിഹസിക്കുന്ന രൂപത്തിൽ തന്നെ. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഒരു ഘടന എന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, UDFിൻ്റെ ശക്തമായിട്ടുള്ള പ്രചരണത്തെ പൊട്ടിച്ചു അദ്ദേഹം. അത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പ്രകടിപ്പിച്ച വികാരമാണ്. അദ്ദേഹം പ്രകടിപ്പിച്ച വികാരം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടി പ്രമേയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതല്ല. അത് അദ്ദേഹം 2 ഡോക്യുമെന്റുകളിൽ നിന്നാണ് അദ്ദേഹം ആ കാര്യം എടുത്തത്. അതിലൊന്നാണ് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഡാറ്റ അനലൈസ് സ്ഥാപനമാണ്. USA കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്റ്റാർട്ടപ്പ് ജനോം എന്ന് പറയുന്ന ഒരു സ്ഥാപനം വഴിയാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ല CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കൊണ്ടുവന്നതല്ല. അതിലാണ് ഈ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് രംഗത്ത് 46% നിന്ന് 254% വർദ്ധിച്ചു എന്ന് വസ്തുതകളെ വെച്ചുകൊണ്ട് പറഞ്ഞത്. അത് അദ്ദേഹം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വ്യവസായ അതുപോലെ തന്നെ വാണിജ്യ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ് DPIIT. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ്. വേൾഡ് ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അവർ പറഞ്ഞതാണ്, വ്യവസായ സൗഹൃദം എന്ന നിലയിൽ മുമ്പ് കേരളം 22ാം സ്ഥാനമായിരുന്നു, ഇപ്പോൾ 1ാം സ്ഥാനമാണ്. അപ്പോൾ ഇത് വന്നതോടുകൂടി, ഇത് ആധികാരികമായിട്ടുള്ള ഒരു രേഖ അദ്ദേഹം ഉദ്ധരിച്ചതാണ്, അല്ലാതെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളതല്ല ഇത്. അത് വന്നതോടുകൂടി ഒരു ആധികാരികത്വം വന്നു ഇതിൽ. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്നാണ് AK ബാലന്റെ ഇന്നത്തെ ഈ മാധ്യമങ്ങളോടുള്ള സംസാരത്തിലെ പ്രധാന വാക്ക്. ഈ ശശി തരൂരിന്റെ കാര്യത്തിൽ ആദ്യം സ്വീകരിച്ചൊരു ആവേശവും എനർജിയും ഒന്നും ഇപ്പൊ ഇന്ന് കാണാനില്ല. അത്തരം ശശി തരൂരുമായി ബന്ധപ്പെട്ട് വ്യാമോഹങ്ങളൊന്നും ഞങ്ങൾക്കില്ല എന്നാണ് ഇന്ന് AK ബാലൻ പറയുന്നത്.